കഴിഞ്ഞ ദിവസമാണ് സൈബർ ലോകത്ത് വലിയ കോലാഹലമുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായത്. സവാരി വിളിച്ച ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്നായിരുന്നു യൂട്യൂബറായ ഫസ്മിന സാക്കിറിന്റെ ആരോപണം. എന്നാൽ ആ ഓട്ടോ ഡ്രൈവർ സത്യാവസ്ഥ പറഞ്ഞ് രംഗത്ത് വന്നതോടെ യൂട്യൂബർ ഫസ്മിന ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയായിരുന്നു. ഈ ഒറ്റ വീഡിയോ കാരണം എനിക്ക് ഓട്ടം കിട്ടുന്നില്ല, കള്ളു കുടിച്ച് നടക്കുവാണെന്ന് കരുതി ആരും വിളിക്കുന്നില്ല, ഡ്രൈവറായ രാജു പറഞ്ഞു. ഈ വീഡിയോ കൊണ്ട് ഡ്രൈവറുടെ ഓട്ടോയിൽ കയറാൻ ആരും വരാത്ത അവസ്ഥയായി. അദ്ദേഹം മാനസിക ബുദ്ധിമുട്ടിലായി. ഒടുവിൽ ഇപ്പോഴിതാ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. സവാരി വിളിച്ച ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്നായിരുന്നു യൂട്യൂബർ ഫസ്മിന സാക്കിറിന്റെ പ്രധാനമായ ആരോപണം. ഒരു വീഡിയോയിലൂടെയാണ് യുവതി ഇക്കാര്യം പറഞ്ഞത്. തനിക്ക് സ്റ്റുഡിയോയുടെ അടുത്തേക്ക് പോകണമെന്ന് ഫസ്മിന ആവശ്യപ്പെട്ടപ്പോൾ കുറേ സ്റ്റുഡിയോ ഉണ്ടല്ലോ മോളെ, ഏത് സ്റ്റുഡിയോ ആണ് എന്ന് ഓട്ടോ ഡ്രൈവർ തിരിച്ചു ചോദിക്കുകയായിരുന്നു. സ്റ്റുഡിയോ എന്ന വാക്ക് സ്റ്റുഡിയോ എന്ന് കേട്ട ഡ്രൈവർക്ക് ഇതൊരു തമാശയായിരുന്നില്ല. എന്നാൽ മദ്യപിച്ചതുകൊണ്ടാണ് ഡ്രൈവർക്ക് സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാകാത്തതെന്ന് ഫസ്മിന വീഡിയോയിൽ ആരോപിക്കുകയും ചെയ്തു. തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായി. ഫസ്മിനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിക്കൊടുത്തെങ്കിലും കഥയുടെ മറുപുറം വെളിച്ചത്ത് വന്നതോടെ കളി മാറിമറിഞ്ഞു. സംഭവം ഏറ്റെടുത്ത ഒരു യൂട്യൂബർ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്തു. താൻ മദ്യപിക്കാറില്ലെന്നും തന്റെ ജീവിത മാർഗമാണ് ഈ ഓട്ടോ എന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. ഈ പെൺകുട്ടി വീഡിയോ ഇട്ടതിൽ പിന്നെ ആരും ഓട്ടം വിളിക്കുന്നില്ല. വലിയ മാനസിക വിഷമത്തിലാണ് ഞാൻ. കടമെടുത്തു വാങ്ങിച്ച വണ്ടിയാണിത്, അദ്ദേഹം പറഞ്ഞു. ഇതോടെ സോഷ്യൽ മീഡിയ ഫസ്മിനയ്ക്കെതിരെ തിരിയുകയായിരുന്നു. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും വ്ളോഗർമാരും ഫസ്മിനയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു. തന്റെ വാദങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഫസ്മിന സാക്കിർ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. ഞാൻ ഓട്ടോറിക്ഷ വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഞാനിത് കടമെടുത്ത വണ്ടിയാ. നാട്ടിലെ എല്ലാ പിള്ളേരും ഇതറിഞ്ഞു. ഞാൻ വലിയ മാനസിക വിഷമത്തിലാണ്. മദ്യപാനിയാണെന്ന് പറഞ്ഞ് ആരും ഇപ്പോൾ ഓട്ടോയിൽ കയറുന്നില്ല. സ്റ്റുഡിയോ എന്താണെന്ന് എനിക്കറിയില്ല, അതാണ് പറ്റിയത്. ഞാൻ കരുതിയത് സ്റ്റുഡിയോ ആണെന്നാണ്. അതാണ് കുറേ സ്റ്റുഡിയോ ഉണ്ട്, അതിലേതാ മോളെ എന്ന് തിരികെ ചോദിച്ചത്, അദ്ദേഹം പറയുന്നു. കളി കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഫസ്മിന സാക്കിർ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയതെന്നാണ് വിമർശനം. ഒന്നുകിൽ മദ്യപാനിയാണെന്ന് തെളിയിക്കൂ, അല്ലെങ്കിൽ ഈ ഓട്ടോയും 1 ലക്ഷം രൂപയും ഞാൻ തരാം എന്ന് ഓട്ടോ ഡ്രൈവറായ രാജു പറയുകയും ചെയ്തു. എന്തായാലും സംഭവം വൈറലായതോടെ ഒരു യൂട്യൂബർ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് ചർച്ചയായതോടെയാണ് ഫസ്മിനയ്ക്കെതിരെ എല്ലാവരും തിരിഞ്ഞത്. എന്തായാലും ഫസ്മിനയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. അത്രയധികം മാനസിക വിഷമത്തിലാണ് താനെന്നും കടമെടുത്ത് വാങ്ങിച്ച വണ്ടിയാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് താൻ മദ്യപിച്ചതാണെന്ന് തെളിയിച്ചാൽ താൻ ഈ ഓട്ടോയും പണവും ഒക്കെ ഫസ്മിനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വരികയായിരുന്നു. അതിനുശേഷമാണ് യുവതി ഈ വീഡിയോ തന്നെ പ്രൈവറ്റ് ആക്കിയത്.